Hi dears, welcome back to എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു. ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ രണ്ട് സ്റ്റൈൽ കുർത്തി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡ് സ്ലിറ്റഡ് ആണ്. കൂടെ തന്നെ നമ്മളിതിൻ്റെ ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ട് തരത്തിലുള്ള എൻക്വയറീസും വരാറുണ്ട്, കുർത്തീസായിട്ടും അതേപോലെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തീസിനും എൻക്വയറി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ മെറ്റീരിയലിൽ രണ്ട് സ്റ്റൈലിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ടും ഹാൻഡ് വർക്ക് കളക്ഷൻസാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. നെക്കിൽ ഇതേപോലെ മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട്. ചൈനീസ് കോളർ നെക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത്. സെയിം തന്നെ നമുക്ക് സ്ലീവിൻ്റെ എഡ്ജിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹാൻഡ് വർക്കിനെ ഒന്ന് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. വളരെ എന്താ പറയുക, ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു കുർത്തിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. പ്രിൻറ്റിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. ഫോയിൽ പ്രിൻറ്റിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നല്ലൊരു ചൈനീസ് കോളർ നെക്കോട് കൂടിയിട്ട് നെക്കിലും സ്ലീവ്സിലും ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. 3/4 സ്ലീവാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡൂടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുർത്തി ഇതേപോലെ വരും. ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇതിൻ്റെ യോക്കിൽ ഒരു നെറ്റ് കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ് വരുന്നുണ്ട്. നല്ലൊരു റൗണ്ട് നെക്കിലാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ വന്നിട്ട്. നല്ലൊരു റൗണ്ട് നെക്കിൽ കുറച്ചൊന്ന് കയറി നിൽക്കുന്ന ഒരു നെക്കാണ്. നമ്മുടെ നോർമൽ ഒരു വൈഡ് നെക്കല്ല, കുറച്ച് ഒത്തിരി കയറി നിൽക്കുന്ന ഒരു നെക്കാണ്. ബാക്ക് എ ലൈനാണ്. ഫ്രണ്ടിൽ ഇതേപോലെ പ്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പാറ്റേണിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. സിമ്പിളായിട്ട് ഒരു കുർത്തി, സൈഡ് സ്ലിറ്റ് കുർത്തി ആയിട്ടും അതേപോലെ തന്നെ ഇത്തിരി യോക്കിൽ നല്ലൊരു ഹെവി ഹാൻഡ് വർക്കോട് കൂടി ചെയ്തിട്ടുള്ള ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയായിട്ട് നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്. ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ദോരീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക കേട്ടോ. വർക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതേപോലെയാണ്. കണ്ടില്ലേ, ഈ ഒരുപാട് ഹാൻഡ് വർക്കൊന്നും ഇങ്ങനെ എടുത്തറിയണ്ട, എന്നാൽ ഒരു എന്താ പറയുക, വളരെ സിമ്പിളായിട്ടും വേണ്ട എന്നുള്ള ആൾക്കാർക്ക് പറ്റിയൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെ വരും. അപ്പം ഞാനത് വെയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഈ കളക്ഷൻ്റെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഇതേപോലെയാണ് കേട്ടോ വരിക. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളക്ഷനാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. റൂബി സിൽക്കാണ് എൻ്റെ ഒരു ഫാബ്രിക്ക് വരുന്നത്. അതിൽ ഫോയിൽ പ്രിൻ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഒരു സ്റ്റൈലായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ലൊരു ലുക്കാണ് ഇതിന് തരുന്നത്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത്തിരി ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണെങ്കിൽ കൂടി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റിൽ ആ ഒരു വർക്ക് വന്നപ്പോഴേക്കും ഒരുപാട് അങ്ങനെ എടുത്ത് കാണിക്കുന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്ത് ഒരു റിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു കളക്ഷനാണ്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവാണ് വരുന്നത്. 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത്. നമുക്കിതിൻ്റെ തന്നെ ഒരു ഷെയ്ഡോടെ അവൈലബിൾ ആണ്. ഈ ഒരു പർപ്പിൾ ഷെയ്ഡിലും നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക. ഫുൾ വ്യൂ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊന്ന് വെയർ ചെയ്ത് കണ്ടാലോ. ഇത് വെയർ ചെയ്യുമ്പോഴുള്ള ഒരു ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. വളരെ കംഫർട്ടായിട്ടുള്ളൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഇട്ടത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക. ഫുൾ വ്യൂ ഇതേപോലെ വരും. ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ദോരീസുണ്ട്. ബാക്കിൽ പ്ലീറ്റ്സ് വരുന്നില്ല, എലൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ്. ഇതിൻ്റെ നമുക്ക് കുർത്തിയും അവൈലബിൾ ആണ്. കുർത്തി വരുന്നത് ഇതേപോലെയാണ്. പർപ്പിൾ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ളൊരു കോളറാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കോളറിൽ ഇതേപോലെ മിറേഴ്സും കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സെയിം തന്നെ നമ്മൾ സ്ലീവിൻ്റെ എഡ്ജിലും കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. അപ്പോൾ ഈ 2 പാറ്റേണിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇതോടെ ഞാനൊന്ന് വേറെ ഇത് കാണിക്കും. അപ്പോൾ കുർത്തി ഇതേപോലെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചൈനീസ് കോളർ നെക്ക് പാറ്റേണിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ട് ആവുന്ന 2 ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ്, പക്ഷേ നമുക്ക് ലൈനിങ് ഇല്ലാണ്ടും വെയർ ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു 2 കളറിൽ 2 പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് XXL സൈസ് വരെ അവൈലബിൾ ആണ്. M2 XXL സൈസ് വരെയാണ് നമുക്ക് ഈ ഒരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. 530ക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് ആ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു സൈഡ് സ്ലിറ്റ് കുർത്തി 499 ഫ്രീ ഷിപ്പിങ്ങിനാണ് കിട്ടുന്നത്. പിന്നെ രണ്ടിനും ഫ്രീ ഷിപ്പിംഗ് ആണ്. കുർത്തി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ ആൻഡ് ബൈ.